ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഹായ് നമസ്കാരം, ഞാൻ മുബാറക്കാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റർ എങ്ങനെ ക്യാൻവ വഴി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ canva.com വരിക, എന്നിട്ട് സൈൻ അപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രിയേറ്റ് ഡിസൈൻ എന്നുള്ളത്, അത് ക്ലിക്ക് ചെയ്യുക. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോ നമ്മൾ തന്നെ ഈ ചാനൽ ഒരുപാട് വട്ടം ചെയ്തിട്ടുണ്ട്. ക്യാൻവയിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നുള്ള ഇൻ്റർഫേസ് ചേഞ്ചിൽ കുറച്ച് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണാൻ പറ്റും, ഇപ്പം ഇവിടെ കസ്റ്റം സൈസ് അല്ലെങ്കിൽ ക്രിയേറ്റ് സൈസ് എന്ന് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇൻ്റർഫേസ് വന്നിട്ടുള്ളത്. മുൻപാണെന്നുണ്ടെങ്കിൽ വേറൊരു സ്റ്റൈലായിരുന്നു. പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റം സൈസ് എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ക്രിയേറ്റ് ഡിസൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ഡിസൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലായിട്ട് ഇവിടെ കാണാൻ പറ്റും കസ്റ്റം സൈസ്. അതേപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏത് സൈസാണോ അതല്ലെങ്കിൽ എന്ത് ടൈപ്പ് ടെംപ്ലേറ്റ്സ് ആണോ വേണ്ടത് അതെല്ലാം തന്നെ ഇവിടെ മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കിവിടെ കസ്റ്റം സൈസിലുള്ള ഒരു പോസ്റ്ററാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കസ്റ്റം സൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കസ്റ്റം സൈസുകളെല്ലാം നമ്മുടെ താഴെ കാണിക്കും. നിങ്ങൾക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വിഡ്ത്തും അതുപോലെ ഇവിടെ ഹൈറ്റും കൊടുക്കുക. അതുപോലെ തന്നെ യൂണിറ്റ്സ് ഉള്ളത് പിക്സലാണോ ഇഞ്ചാണോ സെൻറ്റിമീറ്റർ ആണോ എന്നുള്ളതൊക്കെ ഈ സൈഡിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഓൾറെഡി എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈസ് ഞാൻ ഇവിടെ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സൈസ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അത് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു പേജ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ പേജ് ഓപ്പൺ ആയിട്ട് വന്നു. ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്ററാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ കാണാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന ഐക്കൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പ്ലസ് ബട്ടൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എനിക്ക് വേണ്ട കളർ ഇതിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണ്ട കളർ ഇവിടെ താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ രണ്ടാമതായിട്ടുള്ള ഗ്രാഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് എനിക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടതെന്നുള്ളത് ഞാനിവിടെ സെലക്ട് ചെയ്യണം. ആദ്യം എനിക്ക് ഈ ഒരു സെൻറ്ററിലാണ് ഈ വൈറ്റ് കളർ വരുന്ന രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും സെൻറ്ററിൽ ഒരു വൈറ്റ് കളർ പോലെ വന്നു. ഇനി ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് കളർ വൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്രേ ടൈപ്പ് കളറും ഹാഷ് കളർ ടൈപ്പ് കളറും ഉണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് ഹാഷ് ടൈപ്പ് കളറാണ് ചേഞ്ച് ചെയ്യുന്നത്. അത് ഞാൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് എനിക്ക് വേണ്ട കളറിൻ്റെ നമ്പർ കളർ കോഡ് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഞാനിവിടെ ഈ വൈറ്റ് കളർ എന്നുള്ളിടത്തും കളർ ചേഞ്ച് ചെയ്യാണ്. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റായി. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് എലമെൻറ്റ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എലമെൻറ്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും എലമെൻറ്റ്സ് എന്നൊരു ഐക്കൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എനിക്ക് വേണ്ട എലമെൻറ്റ്സ് ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. റിപ്പിഡ് പേപ്പർ എന്നാണ് എലമെൻറ്റ്സിൻ്റെ പേര്. എന്നിട്ട് ഇതിലിവിടെ ഗ്രാഫിക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം എനിക്ക് വേണ്ട ഒരു സ്റ്റൈല്, ഞാൻ ഈ ഒരു സ്റ്റൈലാണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം ഞാൻ ഈ ഒരു എലമെൻറ്റ് ലോക്ക് ചെയ്യുകയാണ്. ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കണ്ടൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടെക്സ്റ്റ് എന്ന എലമെൻറ്റിൻ്റെ തൊട്ട് താഴെ ടെക്സ്റ്റ് എന്ന ഐക്കൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ശേഷം ഞാൻ ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അതിന് ഞാനിവിടെ ജസ്റ്റ് കൺട്രോൾ A സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് മുകളിലൂടെ കാണാൻ പറ്റും ഫോണ്ട് എന്നുള്ളത്, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഫോണ്ട് സ്റ്റൈൽ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫോണ്ട് സ്റ്റൈൽ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ സൈസിലൊക്കെ കുറച്ച് ചേഞ്ചസുകൾ വരുത്താണ്. ഇതിൽ കുറച്ചും കൂടെ കണ്ടൻറ്റ് ഞാൻ ആഡ് ചെയ്യാണ്. ഇതിൻ്റെ എഫക്റ്റിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണം. പിന്നെ ഇവിടെ എഫക്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ഷാഡോ കൊടുത്തു. ഷാഡോ കൊടുത്തിട്ട് അതിന് ഓഫ്സെറ്റിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാണ്. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ കണ്ടൻറ്റുകൾ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു എലമെൻറ്റ്സും കൂടെ ആഡ് ചെയ്യണം. നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു എലമെൻറ്റിന് ഞാൻ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷാഡോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് ഇമേജ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഷാഡോ എന്നുള്ളത് കാണാൻ പറ്റും.
അതിൽ ഞാൻ ഈ രണ്ടാമത്തെ ഡ്രോപ്പ് എന്ന് പറയുന്നുള്ള ഈ ഒരു സ്റ്റൈലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഈ ഒരു നേരത്തെ എൻ്റർ ചെയ്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഗ്രൂപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ വേറൊരു എലമെൻ്റ് ആഡ് ചെയ്യാണ്. അത് ജസ്റ്റ് ആ എലമെൻ്റിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ട് രീതിയിൽ ഇമേജ് ചെയ്യുക. നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലോഡ്സിൽ പോയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എലമെൻറ്റ്സിൽ വന്നിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇമേജിലേക്ക് പോകാൻ പറ്റും. ഞാനിവിടെ എന്ത് ഇമേജാണ് വേണ്ടത് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും ഗ്രാഫിക്സ് കാണാൻ പറ്റും, ഫോട്ടോസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഫോട്ടോസിൽ വരാം. ഫോട്ടോസിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഇമേജാണോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിതിലൊരു ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു ഇമേജാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് മുകളിൽ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് പ്രോ വെർഷനിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആവുക. ഫ്രീ വെർഷനിൽ എനേബിൾ ആയിരിക്കില്ല. നിങ്ങൾക്ക് ഫ്രീ വെർഷനിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, backgroundremover.com എന്നുള്ള ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ഇനി ഒരു ഗിഫ്റ്റ് ടാഗ് എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ് ആഡ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം നമ്മുടെ ബ്ലാക്ക് ഗിഫ്റ്റ് കാർഡ് ടാഗ് എന്നുള്ളത് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഞാനിവിടെ ഒരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്താ പറയുക, കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് മുകളിൽ ചെയ്യാൻ. അപ്പോൾ അതിനൊന്നും കൂടെ ഈസി, നമുക്കൊരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് വേണ്ട എലമെൻറ്റുകൾ കൊണ്ടുവന്നിട്ട് കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് മുകളിലേക്ക് അവിടെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്താൽ മതി. അതായിരിക്കും ഒന്നും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. അപ്പം ഞാനിവിടെ എനിക്ക് വേണ്ട ഒരു എലമെൻറ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് അതിലേക്ക് വേണ്ട കണ്ടൻറ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയും ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് ചെയ്യാണ്. ഗ്രൂപ്പ് ചെയ്തിട്ട് വന്ന് ഇതിലേക്ക് ഫ്രീ ഹോം ഡെലിവറി എന്നുള്ള ഒരു സാധനം ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിപ്പോൾ ഒരു പുതിയൊരു ഐക്കൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഐക്കൺ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനിവിടെ പ്ലേസ് ചെയ്തു. ആ ഒരു ഇമേജിൻ്റെ താഴെ ഷാഡോ നമുക്ക് ആഡ് ചെയ്യണം. ജസ്റ്റ് ഒരു നേള് പോലെ ഒരു എഫക്റ്റോടെ ഫീൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഷാഡോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതേപോലെ ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം അതിലും സോഷ്യൽ മീഡിയ ലോഗോസ് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒരു എലമെൻസും കൂടെ ആഡ് ചെയ്യാം. അതോടുകൂടി നമ്മുടെ ഈ പോസ്റ്റർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകും.
ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പോസ്റ്റർ കംപ്ലീറ്റ് ആയി. പോസ്റ്റർ കംപ്ലീറ്റ് ആയി. ഞാൻ ഒരു എലമെൻറ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു എലമെൻറ്റ് ജസ്റ്റ് സൂം ചെയ്തിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് പൊസിഷനിൽ ഏറ്റവും താഴെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇതിന് ട്രാൻസ്പെറൻസി കുറച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പോസ്റ്റർ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ പറ്റും ഷെയർ എന്നുള്ളത്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഫയൽ ടൈപ്പ് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. PNG വേണമെങ്കിൽ PNG, JPG വേണമെങ്കിൽ JPG. ഞാൻ ഇവിടെ PNG ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നിങ്ങളും PNG തന്നെ സെലക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ JPG, ഇത് രണ്ടിലേതെങ്കിലും സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം ഇവിടെ താഴെ സെലക്ട് പേജസ് എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഈ സെലക്ട് പേജസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ രണ്ടാമതായിട്ട് ക്രിയേറ്റ് ചെയ്ത പേജ് വേണം. നമ്മൾ ഈ ഒരു എലമെൻസുകളൊക്കെ ജസ്റ്റ് സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ആ പേജ് ഡൗൺലോഡ് ആവേണ്ട, ഫസ്റ്റ് പേജ് മാത്രം മതി എന്നുള്ളതുകൊണ്ട് ഫസ്റ്റ് പേജ് മാത്രം സെലക്ട് ചെയ്യുക. ഇതിന് ഡൺ കൊടുക്കുക. ശേഷം ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പോസ്റ്റർ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ ഒരു പോസ്റ്റർ ഫുൾ വ്യൂ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പ്രസൻറ്റ് ഫുൾ സ്ക്രീൻ എന്നുള്ളത് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. നമ്മുടെ ഈ ചാനൽ ക്യാൻവ റിലേറ്റഡ് ആയിട്ടും അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുമുള്ള വീഡിയോസുകളാണ് ഈ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.